നമ്മൾ ഉച്ചക്കത്തെ കറിയേ തക്കാളിയും ഉരുളക്കിഴങ്ങും ഉള്ളിയിട്ടൊരു തേങ്ങ അരച്ചിട്ടൊരു കറിയാണ് കേട്ടോ. അതിക്ക് വേറെ കറികളൊന്നുമില്ല. ഇന്നലത്തെ ഉണക്കമീൻ കറി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടത് ഇതാ 3 ഉരുളക്കിഴങ്ങ് വേണം, ഒരു തക്കാളി, ഒരു ഉള്ളി, ഇതാ വെളുത്തുള്ളി 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 കരിവേപ്പിൻ്റെ ഇല. പരിപ്പ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണികൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ് അതിൻ്റെ ചെരുപ്പക്കാരൻ അവിടെ വെച്ചിട്ടിങ്ങി അവിടെ നിന്നോ. അപ്പം നമ്മുടെ കിഴി വെച്ച തക്കാളിയും അതിൻ്റെ ചെരുപ്പ് ഉള്ളിക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് ഇതേപോലെ ശരിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം ഇട്ട് കൊടുക്കാം. തക്കാളി, സവോള, പച്ചമുളക്, വെളുത്തുള്ളി. നമുക്ക് നേരത്തെ കുതിർത്തിയ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര വെള്ളം. നമുക്ക് വേവിച്ചാലോ. വേവിക്കാം. കുറച്ച് തേങ്ങ നേരത്തെ നമ്മൾ പുട്ടുണ്ടാക്കിയതിൻ്റെ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ തേങ്ങ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറുജീരകം, 2 വെളുത്തുള്ളി കേട്ടോ, കുറച്ച് വെള്ളം മതി. അപ്പോൾ നമ്മുടെ തേങ്ങയും ചെറുജീരകവും വെളുത്തുള്ളിയും അതാ നമ്മുടെ അരപ്പ് കേട്ടോ. നമ്മൾ അരപ്പ് ഇതവിടെ അരച്ചിട്ട് മാറ്റിക്കാം. വെച്ച ഉള്ളിയും കിഴങ്ങും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വേവട്ടെ. നമുക്ക് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. നേരത്തെ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് ഉപ്പിടാം. ഇറക്കി കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിളക്കി ഒന്നും കൂടി ആവട്ടെ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാലേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേഗം നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കും. നമുക്ക് കുറച്ച് വെള്ളം ഇതിന് വേണം. പറ്റ കുറുകിപ്പോയി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം വേണ്ടത് ആവശ്യമാണ്. എന്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ചും കൂടി ഉപ്പ്. നമുക്കൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. നമ്മുടെ കടുകും ഉള്ള കറിവേപ്പിലിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അമ്പാടി എന്താ കാണിക്കണേ? അപ്പം നമ്മളിത് തിളച്ച് വന്നു. നമുക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് മതി എണ്ണ, കടുക്, അതിനുശേഷം കരിയാപ്പില ഒക്കെ ഇട്ട് പൊട്ടി വരട്ടെ.
നമ്മളെ കടുകും കരിയാപ്പിൻ്റെ ഇലയും പാത്രം കഴിയോ? അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും ഉരുളൻകിഴങ്ങും ഒക്കെ നമ്മൾ തേങ്ങ അരച്ച കറി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.